പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും യേശുവേ അങ്ങയുടേതാകുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ധ്യാനിക്കുമ്പോൾ വലിയ അത്ഭുതവും ശക്തിയും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നും കർത്താവിൻ്റെ വചനം പാഞ്ഞു വന്ന് നമ്മളെ സുഖപ്പെടുത്തണമേ എന്നും അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള തിരുവചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ, യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ, ആലോചിച്ച് നോക്കിയേ. യേശു ദേവാലയത്തിൽ ഇല്ലെങ്കിൽ, ബലിപീഠത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഇവിടെ പറയുന്നുണ്ടോ, യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. ദേവാലയത്തിന്റെ പണികൾ, ദേവാലയത്തിന്റെ യേശുനാഥൻ പറയണത് ഉപമകളിലൂടെയാണ്. എന്താണ് ദേവാലയത്തിന്റെ പണികൾ? കുർബാനയാണ്. വൈദികൻ അർപ്പിക്കുന്ന കുർബാന അതൊരു പണി പോലെയാണ് അവർ ചെയ്യുന്നത്, അല്ലെ? ബലിയർപ്പിക്കുകയാണ്. യേശുനാഥൻ പറയാണ്, ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നില്ലേ? എന്താണ്? നിങ്ങൾ ഇതെല്ലാം കാണുന്നില്ലേ? സിനഗോഗിലിൽ യേശുനാഥൻ ദേഷ്യപ്പെടുന്നുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്? കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി എല്ലാ പ്രാവും കൂടും കാശ് അതൊക്കെ മാറ്റക്കാരെയും പ്രാവ് മാട് വിൽപ്പനക്കാരെയൊക്കെ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. യേശു അങ്ങോട്ട് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആരുടെ അടുത്താണ്? ഈ അധികാരികളുടെ അടുത്താണ്. ഒരു കുശലമില്ലാതെ ദൈവപുത്രൻ യേശുനാഥൻ അവിടെ കോപിക്കുന്നുണ്ട്. ശിഷ്യന്മാരോട് പറയുന്നു, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നില്ലേ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. സിനഗോഗിൽ, ആ കോയിലിനെ പറ്റിയാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. കല്ലിന്മേൽ കല്ല്, അത് ഇപ്പോഴും പൊളിഞ്ഞു കിടന്നിട്ട് പണിയാൻ പറ്റിയിട്ടില്ല, അല്ലെ? ഇത്ര വർഷമായി നോക്കി അങ്ങനെ തന്നെ കിടക്കുന്നത്. കർത്താവ് തന്നെ അത് പണിയാനുള്ള വാതിൽ തുറന്നാൽ മാത്രമേ അത് പണിയാവൂ. നിങ്ങൾ ഇപ്പോഴും പണിയാൻ പറ്റില്ല, അങ്ങനെ തന്നെ കിടക്കും. യേശുവേ നന്ദി. അവൻ ഒലിവ് മലയിലേക്ക് ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു. ഇതൊക്കെ യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ ഉപമയിലൂടെയാണല്ലോ, അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒലിവ് മലയിലേക്ക് യേശുനാഥൻ പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോ തനിച്ചായിരുന്നപ്പോൾ ശിഷ്യന്മാർ സമീപിച്ച് അവനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും?
യേശുനാഥൻ പറഞ്ഞു തകർന്നു പോകുന്ന ഒരു ദേവാലയം തകർന്നു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. അപ്പൊ ഇതെല്ലാം എപ്പോ സംഭവിക്കുമെന്ന് ശിഷ്യന്മാര് വ്യക്തമായിട്ട് യേശുനാഥനോട് ചോദിക്കും. കാരണം ഉപമയിലൂടെ എന്ത് പറഞ്ഞാലും ശിഷ്യന്മാർക്കും മനസ്സിലാവുകയില്ല, ഇത് നമ്മൾക്കും മനസ്സിലാവില്ല. കർത്താവിന്റെ സുവിശേഷം എത്ര കേട്ടാലും അത് എന്താണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കം പേരുണ്ടാവും. ഹല്ലേലൂയ. പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും എന്ന് നിന്റെ ആഗമനത്തിന്റെയും ആഗമനത്തിന്റെയും അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യാചിക്കണം, പറഞ്ഞു തരണമേ എന്നാണ് എഴുതിയേക്കുന്നത്. ഓരോ വാക്കിനും വ്യത്യാസമുണ്ട്. യേശുവിനോട് നമ്മൾ പ്രത്യേകം സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ ചില എളിമ വരും ചില വാക്കുകളിൽ, അല്ലെ? എളിമ നോക്കി ശിഷ്യന്മാര് ചോദിക്കണണ്ട, അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. പറഞ്ഞു തരാമോ എന്നല്ല, പറഞ്ഞു തരോ, പറഞ്ഞു തരണമേ. ഒരു യാചനയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിനോട് ഒരു എളിമ വേണം. ഇപ്പൊ ഒരു രോഗപീഠയിൽ കിടക്കുകയല്ലേ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മനുഷ്യൻ പനി പിടിച്ച് കിടക്കുന്നതല്ലേ, അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കണം, ദൈവമായ കർത്താവേ എന്റെ പനി വിട്ടുമാറണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ തൊടണമേ, ഞാൻ നേർച്ച നേർന്നുകൊള്ളാം, ഞാൻ കുർബാന അർപ്പിച്ചുകൊള്ളാം, ഈ തെറ്റുകൾ ചെയ്യില്ല, ഇങ്ങനെയൊക്കെ പറയണെങ്കിലും അവിടെ ഒരു എളിമയുടെ വാക്ക് വരുന്നില്ല. അതാണ് യേശുനാഥൻ ശ്രദ്ധിക്കുന്നത്. അത് യേശുനാഥൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. എവിടെയെന്നറിയാമോ? ഒരു സ്ത്രീ പറയുന്നുണ്ടല്ലോ, അല്ലെ, മേശപ്പുറത്തുനിന്ന് വീഴുന്ന നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാൻ കർത്താവ് പറയുന്നുണ്ട് ഒരു പുറകെ വരുന്ന സമയത്ത്. അപ്പൊ നായ്ക്കളും മേശപ്പുറത്തു നിന്നും തിന്നുന്നുണ്ടല്ലോ അവള് നേരെ മറിച്ച് കർത്താവിനെ പൊക്കി. തന്നെ കർത്താവ് പറഞ്ഞ്, ഇത്രയും വലിയ വിശ്വാസം ഞാൻ എൻ്റെ ഇസ്രായേൽ പോലും കണ്ടിട്ടില്ല. എന്താ അവളാ പറഞ്ഞ വാക്കിന്റെ വില യേശുനാഥനെ എടുക്കണമെങ്കിൽ അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോ വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ അങ്ങനെയൊന്നുമല്ല, എളിമപ്പെടണം. ഇത് മാത്രം എളിമ, വേദന, ഹൃദയം നുറുങ്ങി ചോദിക്കുമ്പോഴാണ് തമ്പുരാൻ അവിടെ നിന്ന് തരിക. തീർച്ചയായിട്ടും തരുന്നതിന്റെ കാരണം, തരാത്തതിന്റെ കാരണം നമ്മുടെ ചോദ്യം ശരിയല്ല. ചോദ്യം ശരിയല്ലാണ്ട് വന്നാൽ തമ്പുരാൻ അത് ഏറ്റെടുക്കില്ല. തമ്പുരാനെ തന്നെ നമുക്ക് നോക്കിയേ. യേശുനാഥൻ മരണത്തിന് വിധിക്കപ്പെടാനുള്ള സമയമായി നിറഞ്ഞ് ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്തായിരുന്നു ആ പ്രാർത്ഥന? പിതാവേ, കഴിയുമെങ്കിൽ ഈ എന്റെ പാനപാത്രം, ഞാൻ കുടിക്കാൻ പോകുന്ന ഈ വേദനകൾ, ദുരിതങ്ങളെല്ലാം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ. എന്നിട്ട് അപ്പൊ തന്നെ പറയണ വാക്ക് കേട്ടോട്ടാ, എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ, അവിടത്തെ ഇഷ്ടം. എളിമയാണ് കേട്ടാ, എളിമയാണ്. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, എന്റെ രോഗം, എന്റെ സമ്പത്ത്, ഞെരുങ്ങിയിരിക്കുന്ന കടബാധ്യത, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, ആ കുഷ്ഠരോഗി ചോദിച്ചില്ലേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, മനസ്സുണ്ടെങ്കിൽ നട്ടങ്ങൾ സ്പർശിക്കുന്നത്. അപ്പൊ നമ്മുടെ ചില പ്രാർത്ഥനകൾ കർത്താവ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നസ്രനായ യേശു. അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ അഹങ്കാരത്തോടെയൊക്കെ ചോദിച്ചാൽ കർത്താവ് പുറംതിരിഞ്ഞു നിൽക്കും.
നമ്മുടെ ഉള്ളിൽ നിന്നും വരണം ഓരോ ചോദ്യങ്ങളും പ്രാർത്ഥനയും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരാളെ എടുത്ത് അയാൾ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നതായിരിക്കും ഒരു ഓഫീസിൽ. അപ്പൊ ആ ഓഫീസിലെ വലിയൊരു ഓഫീസാണ്. അതിനകത്ത് മാനേജർ ഉണ്ട്, ടീം ലീഡർ ഉണ്ടാവും, കോർഡിനേറ്റർ ഉണ്ടാവും, സീനിയർ എഞ്ചിനീയർ ഉണ്ടാവും. അപ്പൊ ആ സീനിയർ എഞ്ചിനീയർ എന്നെടുത്ത് അദ്ദേഹം വന്നിട്ട് ഒരു കാര്യം നമ്മളൊരു കാര്യം അദ്ദേഹത്തോട് പറയുമ്പോൾ എന്ത് എളിമയായിരിക്കും അല്ലെ എന്ന് നോക്കി. അതായിരിക്കണം വളരെ എളിമപ്പെട്ടല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസത്തെ ലീവിന് ചോദിക്കണം. ഉടനെ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കണത്? എനിക്ക് 10 ദിവസം ലീവ് വേണം കേട്ടോ, ഞാൻ നാളെ മുതൽ വരില്ല. അങ്ങനെയാണോ മാനേജരോട് പറയാൻ പോണത്? അവിടെ ചെന്ന് എളിമപ്പെട്ട് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് ആണപ്പയ്ക്കുമെന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ സ്വഭാവം. കർത്താവ് നമ്മുടെ ഉള്ളാണ് നോക്കുന്നത്. ഉള്ളിൽ നിന്ന് എങ്ങനെ വാക്കുകൾ വരുന്നുണ്ട്, അതാണ് യേശുനാഥൻ ശ്രദ്ധിക്കുന്നത്. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. 4-ാം വാക്യത്തിൽ ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂരിന്ന് എന്നെ കാണാൻ ആലുവയ്ക്ക് എറണാകുളത്തേക്ക് വന്നേക്ക് 2 സ്ത്രീകൾ. എന്നിട്ട് എന്നെ വിളിച്ചിരുന്നു കേട്ടോ. എന്നെ വിളിച്ചിരുന്നു, ഞാൻ വരട്ടെ, ഞങ്ങൾ കർത്താവിനെ പറ്റി 2 വാക്ക് പറയാനാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഉടനെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടി വരെയാണ്. അങ്ങനെ ഒരു 4 മണിയായപ്പോ എന്റെ വീട്ടിൽ വന്നു. ഞാൻ വെൽക്കം ചെയ്തു. അവർ കയറിയിരുന്നു, അവര് സംസാരിച്ചു. അങ്ങനെ അവർക്ക് കുടിക്കാൻ തണുത്തത് കൊടുത്ത്. അവർ കുടിച്ചില്ല, മേശപ്പുറത്ത് വെച്ച്. എന്നിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി. യേശു വരാറായി എന്നോട് പറയും. ഞാനൊന്നും മിണ്ടില്ല. ഞാൻ ചോദിച്ചു, അതെ യേശു വരും ഉടനെ. ഞാൻ പറഞ്ഞു, എവിടെ വരും? യേശു വരും, ജെറിക്കോയിൽ വരും. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? വചനത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വചനം എപ്പോഴാണ് എഴുതിയേക്കുന്നത്? എന്നെഴുതിയ വചനമാണത്? ഇതുപോലെ പറഞ്ഞ് എത്രയോ തലമുറ മരിച്ചുപോയി. എന്നിട്ട് വന്നോ? നിങ്ങളിപ്പോ പറയണത് യേശു നാളെ വരും, ഇന്ന് വരും, അടുത്ത മാസം വരും, അടുത്ത കൊല്ലം വരും. അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകും. നിങ്ങൾ മരിച്ചു പോകും. വീണ്ടും ഇങ്ങനെ പറയും. കാരണം പുത്രനായ യേശുവിന് തന്നെ അറിയാൻ പാടില്ല ഞാൻ എപ്പോഴാണ് വരണേന്നുള്ളത്. അത് പിതാവിനെ അറിയാൻ പാടില്ല. പിന്നെ നിങ്ങളെങ്ങനെ പറയണെന്ന് വെച്ചാൽ ഞാൻ അവിടെ അല്പം ഗൗരവമായിട്ട് സംസാരിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വചനത്തിലൂടെന്നാ പറഞ്ഞത്. ഞാൻ വചനം എന്നാണ് വചനം ഉണ്ടായത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പഴയ നിയമം. പിന്നെ പുത്രന്റെ വരവോടുകൂടി പുതിയ നിയമങ്ങളും വന്നു. അപ്പൊ ഇതൊക്കെ അന്നേ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എത്ര തലമുറ, എത്ര ആയിരക്കണക്കിന് മനുഷ്യര് മരിച്ച് ഭൂമി വിട്ടുപോയി. അവരും ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല. അതിന്റെയൊക്കെ അടയാളങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ അടയാളം കണ്ടിട്ട് കാര്യമായി. യേശുനാഥന് പോലും അറിയാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ പറയണ എങ്ങനെയാണ്? എന്നോട് പറയാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് അറിയാൻ ചോദിച്ചു. ഞാൻ ഈ ബൈബിൾ വചനം 3 റൗണ്ട് വായിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്നതാണ്. ഞാൻ ജീസസ് യൂത്ത് ആയിരുന്നു. ഇപ്പൊ ഞാൻ കർത്താവിനെ പറ്റി പ്രഘോഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് എന്നിട്ട് അവർ ലാസ്റ്റ് ഇറങ്ങിപ്പിക്കണം. വെള്ളം പോലും കുടിച്ചില്ല. അതാണ് കള്ള പ്രവാചകന്മാര് നിങ്ങളെ വഴിതെറ്റിക്കാൻ വരുമെന്നുള്ളത്. അപ്പൊ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അതെ അങ്ങനെയാണോ, അത് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വേഗം അവിടെ പിന്നെ അവരുടെ ചോദ്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. ഹല്ലേലൂയ. എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും കണ്ടാ യേശു പറയണേണ്ട വഴിതെറ്റിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പൊ ഞാൻ അന്ന് അവരോട് പറഞ്ഞത് ഈ വചനം ഞാൻ കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഏത് പുത്രനായ യേശുവിന്റെ വചനം കിടപ്പുണ്ട്. പിതാവിന് ശിഷ്യന്മാരാണ് ചോദിക്കുന്നത് എന്ത് വരും, എപ്പോ വരും. അത് പിതാവിന് പോലും, എനിക്ക് പോലും അറിയില്ല. പിതാവിനെ അത് അറിയാൻ പാടുന്നതാണ് പറയുന്നത് യേശു. അപ്പൊ അത് എന്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ പറഞ്ഞ വാക്ക്, കർത്താവ് പറഞ്ഞ വാക്ക്, അതനുസരിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്റെ ഇവിടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4 മുതൽ അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യേശു പറഞ്ഞു, ആരും നിങ്ങളെ
വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വീണ്ടും 5-ാം ഭാഗത്തിൽ പറയുന്നത്, പലരും എന്റെ നാമത്തിൽ വന്ന് എന്റെ നാമത്തിൽ അന്നവര് വന്നത് യേശുനാഥന്റെ വചനത്തിന്റെ നാമത്തിലാണ് വന്നത്. എന്നിട്ട് എന്നോട് പറയണ യേശു വരാറായി, യേശു വരും ഉടനെ. ഞാൻ ആര് പറയും, നിങ്ങൾ പറഞ്ഞത് യേശു വരോ? യേശുനാഥൻ വരാറൊക്കെ കറക്റ്റാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എപ്പോ വരുമെന്നത് ഇപ്പോഴും പുത്രനായ യേശുവിനെ അറിയില്ല. അത് പിതാവ് അനുവദിച്ചെങ്കിൽ മാത്രമേ പുത്രനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. എന്താ ഇതൊക്കെ കിടക്കണമെങ്കിൽ വചനം. ഞാനിത് ഇന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയപ്പോ വായിച്ച ജീവിതപങ്കാളി വായിച്ചപ്പോ കിട്ടിയ വചനോട് ഞാൻ ധ്യാനിക്കണം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു അധ്യായം വായിക്കും. ആ വചനോട് ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കണം. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് തന്നാണ് കർത്താവ് കേട്ടോ. നമ്മളോട് കർത്താവ് സംസാരിക്കും വചനത്തിലൂടെ കൃത്യമായിട്ട്. പക്ഷെ അത് വ്യാഖ്യാനിക്കാനുള്ള കഴിവും ദാഹവും തമ്പുരാൻ തന്നെ നമ്മളെ തുറക്കണം. അതരങ്ങളും ബുദ്ധിയും മനസ്സും ഒക്കെ തുറക്കണം, അല്ലെങ്കിൽ തെറ്റുപറ്റും. അതാണ് കർത്താവ് പറയണത്. എന്താണ് പറയണത്? അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റിയും ഹല്ലേലൂയ, നിങ്ങൾ യുദ്ധങ്ങളെ പറ്റിയും കേൾക്കും. അവയെ പറ്റിയുള്ള യുദ്ധങ്ങളും നിങ്ങൾ കേൾക്കും കേട്ടോ. അതൊക്കെ കർത്താവ് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റിയും കേൾക്കും. അവരും വന്നിട്ട് അതാണ് പറഞ്ഞത്. ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളും ഞാൻ പറഞ്ഞ അത് എന്നേ ഉണ്ട്. ഇറാൻ ഇറാഖ് 10 കൊല്ലം യുദ്ധം ചെയ്തവര്. എത്ര വർഷം മുമ്പാണെന്ന് അറിയാമോ? 20-30 വർഷം മുമ്പ്. പിന്നെ അവര് ഒന്നിച്ച്. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധം നടന്നു എത്ര വർഷം മുമ്പ് അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ അന്നു പോലെ ഉണ്ട്. അപ്പൊ വരും എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ യേശു പറയാനുണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. യേശു പറയുന്നുണ്ട, ഇനിയും അവസാനം ആയിട്ടില്ല. അവസാനമാകും. എപ്പോഴാണ്? അത് പിതാവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. അത് നടക്കണില്ലേ? അതൊക്കെ നടപ്പുണ്ട്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അപ്പൊ കർത്താവ് പറയണ എന്താണ്? അതങ്ങൊന്നും കണ്ട് നിങ്ങൾ അസ്വസ്ഥമാകേണ്ട. ഞാനാണ് പറയണത്. ഹല്ലേലൂയ. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, നാശനഷ്ടം, പലതും പല സ്ഥലത്ത് കൊടുങ്കാറ്റ് അല്ലെ. ഇങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ക്ലൈമറ്റ്. ഓരോ കാറ്റിനൊക്കെ ഓരോ പേരാണ്, ചുഴലിക്കാറ്റിനൊക്കെ അല്ലെ. അതുപോലെ തന്നെ സുനാമി, കടൽ തിരമല, അവിടെ ഇത് കണ്ട് കടലിൽ കണ്ട് ഉടനെ മഴ നാട്ടിൽ. അതൊക്കെ കറക്റ്റാണ്. കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളും വളരെ സത്യസന്ധമായ വാക്കുകൾ. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. എന്താണ് ഈറ്റുനോവിന്റെ ആരംഭം? അതൊരു സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക അല്ലെ. പക്ഷെ ഒരു ശിശു ഭൂമിയിലേക്ക് ജനിച്ചു കഴിയുമ്പോൾ പിന്നെ അവൾ അത് ഒരിക്കലും ഓർക്കുന്നേയില്ല. ഹല്ലേലൂയ. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. 50-ാം വാക്യം, അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അത് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ, പല സ്ഥലങ്ങളിലും ഉണ്ടല്ലേ. എത്രയോ വർഷം മുമ്പ് ഒറീസയിലൊക്കെ എന്തെല്ലാം അല്ലെ, ദേവാലയത്തിലൊക്കെ കയറി വെട്ടിക്കൊന്ന്. ഒരു ആന്ധ്രയിലാണ് തോന്നുന്നു, അതൊരു സായിപ്പിനെയും 2 മക്കളെയും കൂടെ ജീപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു. അതിന്റെ പ്രൊഫഷനായിരുന്നു അയാൾ. ഭാര്യ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. ഇതൊരു ദുഷ്ടത്തരാണല്ലേ. അവന്റെ വചനം പ്രഘോഷിക്കാൻ വന്ന് ആ കൂട്ടായ്മ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്മാർ ഇത് ചെയ്ത് കളഞ്ഞത്. അപ്പൊ അന്നുകൊണ്ട് എത്രയോ വർഷം മുമ്പാണ്. അവർ നിങ്ങളെ വധിക്കും. എന്റെ നാമം നിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദോഷിക്കും. യേശുവിന്റെ നാമം അത് ഇപ്പോഴും ഉണ്ട്, അന്നുകൊണ്ട്
ഇന്നും ഉണ്ട്. യേശു ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു അല്ലെ. യഹൂദന്മാര് പറഞ്ഞില്ലേ, ജനമെല്ലാം അവന്റെ പോയി കഴിഞ്ഞ് ഇവനിങ്ങനെ വിട്ടാ പറ്റൂല. അന്നേ തുടങ്ങിയത്. ഹല്ലേലൂയ. 10-ാം വാക്യം, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും, ദുഷിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദോഷിക്കുകയും ചെയ്യും. ഇതിപ്പോ യൂറോപ്പ് കണ്ടല്ലേ മൊത്തം നടന്നിട്ടിരിക്കും. കണ്ടല്ലോ അല്ലേ? ആരെങ്കിലും കാണുന്നുണ്ടോ? പള്ളിയൊക്കെ വിൽക്കാനിട്ടേക്ക് ഒറ്റ ആളില്ല. അവിടെ കല്യാണമൊന്നുമില്ല. പ്രായമായി വയസ്സായി കഴിയുമ്പോഴാണ് കല്യാണം. അങ്ങ് ചേർന്ന് ഇത് ജീവിച്ചോണ്ട് പോയത്. പ്രാർത്ഥനയില്ല, പള്ളിയില്ല, ദേവാലയം ഒന്നുമില്ല. പള്ളിയൊക്കെ വിൽക്കാനിട്ടേക്കുണ്ട് യൂറോപ്പ് കണ്ടല്ലേ. ഒക്കെ വിശ്വാസം വിട്ടുപോയി. എന്താണെന്ന് പറയില്ല. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രതീക്ഷിക്കപ്പെട്ടു. വ്യാജ പ്രവാചകന്മാർ. ഇതാണ് പിന്നെ വീണ്ടും ഇതുപോലെ ഒരു സ്ത്രീ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചെന്നെ. അത് വന്നില്ല കേട്ടോ. വിളിച്ചിട്ട് ഇതുപോലെ തന്നെ പറയും. ഞാൻ പറഞ്ഞു, തൃശ്ശൂരുകാർക്ക് ഇതെന്താണ് ഇങ്ങനെ ഒരു സ്വഭാവം വന്നാക്കണേന്ന് എനിക്ക് അറിയാൻ മനസ്സിലാകുന്നില്ല. എന്താണ് അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താണ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ 2 സഹോദരിമാര് വന്നിട്ട് കർത്താവ് നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ വിട്ടുകൊടുത്തിരുന്നു. നിങ്ങൾ ഇപ്പൊ ഇത് രണ്ടാമത് തൃശ്ശൂരുകാരാണല്ലോ ഇങ്ങനെ. ഞാൻ പറഞ്ഞ അവരും ചൂടായിട്ട് വിട്ടുപോയി. ഹല്ലേലൂയ. എനിക്ക് ബദറിനോട് സംസാരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ എൻ്റെ ഗ്രൂപ്പിൽ കയറ്റിയേട്ടാ. കയറ്റി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അത് കർത്താവ് മേരി ഗ്രൂപ്പായിരുന്നു മാതാവിന്റെ. അപ്പൊ തന്നെ അവര് ലെഫ്റ്റ് അടിച്ച് പുറത്തോട്ട് പോയി കേട്ടാ. കർത്താവ് പറഞ്ഞത് കണ്ട, എത്ര കൃത്യനല്ലേ. വ്യാജ പ്രവാചകന്മാര് കള്ള ദൃഷ്ടികൾ ഇങ്ങനെ ഇറങ്ങി വരും. നമ്മൾ ഒരിക്കലും വീണേക്കരുത്. വചനമൊന്നും അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് വീണു. ചാരായം ചെറുതായിട്ട് കുടിക്കുന്നവൻ മയക്കും മരുന്ന് എടുത്തിട്ട് നാവില് വെക്കുമ്പോഴത്തേനും അവന്റെ സ്വഭാവം മാറുന്ന പോലെ അങ്ങോട്ട് മാറിപ്പോകും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രതീക്ഷപ്പെടും, അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോകണ്ട. അതാണ് സ്നേഹത്തോടെ വന്നു ക്രൂരമായിട്ട് സ്നേഹം തണുത്തു പോയി. വന്നപ്പോ ഭയങ്കര സ്നേഹമായിരുന്നു. അട്ടഹസിച്ച് ചുള്ളിച്ചാടിയാണ് വന്നത് സ്നേഹത്തോടെ. കേട്ട് കഴിഞ്ഞപ്പോ കർത്താവ് ഈ വചനം പറഞ്ഞ സ്നേഹം തണുത്തു പോയി. പോയ വഴിയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. സ്നേഹം തണുത്തു പോകും. ഇത് വളരെ കറക്റ്റാണ് അല്ലെ? വളരെ കറക്റ്റാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭാര്യ ഭർത്താക്കന്മാര് ഒരു 40 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ ഭർത്താവിന് സ്നേഹം ഉണ്ടാവും അവൻ്റെ ഉള്ളിൽ. അത് കർത്താവ് എന്തുകൊണ്ടാണ് ആ സ്നേഹം തന്നെ ഞാൻ പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. അത് പുരുഷന്റെ സ്നേഹം എന്നത് കർത്താവിന്റെ സ്നേഹം. പുരുഷന്റെ സ്നേഹം വരുന്നത് ദൈവമായ കർത്താവിന്റെ സ്നേഹമാണ്. ഭാര്യയ്ക്ക് വരുന്നത് അവന്റെ എല്ലി എന്നുള്ള സ്നേഹം. അപ്പൊ അതിന് വ്യത്യാസം വരുന്നുണ്ട്. 1, 2 ദൈവമായ കർത്താവ് പുരുഷനാണ്. അവന്റെ ജീവശ്വാസം പുരുഷനിലേക്ക് ഊതിയാണ് ജീവൻ കൊടുത്ത് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് പുരുഷൻ തന്നെയാണ്. അവന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവില്ല. തണുത്തു പോകും സ്നേഹം. 45-50 വയസ്സാകുമ്പോഴത്തേനും സ്നേഹം പൂർണ്ണമായിട്ട് തണുത്തു പോകും. സ്നേഹമില്ല. നടക്കും. ഒരു വയസ്സായ സ്ത്രീയെ പോലെ ഇങ്ങനെ നടക്കും. സ്നേഹമൊന്നും ഉണ്ടാവില്ല. എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പഴയ സ്നേഹമൊന്നും ഉണ്ടാവില്ല. വളരെ ചുരുക്കം പേരെ ഉണ്ടാവും. ഹല്ലേലൂയ. സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനങ്ങളുടെയും സംരക്ഷണത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും
പ്രസംഗിക്കപ്പെടും. കർത്താവ് പറയണണ്ട, എന്നാൽ ചിലർ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. എത്രയോ മനുഷ്യരല്ലേ കർത്താവിന്റെ ഈ 73 പുസ്തകം വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഈ ലോകം വിട്ടുപോയി. ആരും ജീവിച്ചിരിപ്പില്ല. എല്ലാവരും മരിച്ചു കഴിഞ്ഞത്, എല്ലാവരും ആത്മാവായി പോയി. എന്നാൽ ഒരുവൻ മാത്രം ജീവിക്കുന്നു. അതാരാണ്? നസ്രനായ യേശു. അത് നമുക്ക് കാണാൻ പറ്റും. ചെറിയ ഒരു ഉദാഹരണം, ഡിസംബർ 25 എന്നൊരു ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ്. ഒറ്റ മനുഷ്യനേ ഉള്ളൂ നമ്മുടെ ദൈവമായ കർത്താവ്. മരിച്ചിട്ട് ആരുടെയെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറ്റും? യേശുനാഥന്റെ പേര് പറയാൻ പറ്റും. നസ്രനായ യേശു. ആ വന്ന സ്ത്രീകളല്ല, ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ ഞാൻ അവരോടൊരു വാക്ക് ചോദിച്ചു, നിങ്ങൾ യേശുവിനെ നന്നായിട്ട് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു അറിയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നാക്കണേ. അപ്പൊ യേശുവിന്റെ ഒരു പ്രത്യേകത പറയാൻ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയും, നിങ്ങൾ പറ, എന്തെങ്കിലും ഒരു പ്രത്യേകത, അവന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത പറ. അപ്പൊ പറഞ്ഞ് കുർബാന കൊടുക്കുന്ന യേശു ശരീരം, അതൊക്കെ ഓക്കെ. അതല്ലാണ്ട് വേറൊരു ഒറിജിനൽ കാര്യം ലോകം മുഴുവനും ആഘോഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, മരിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടോന്ന് ചോദിച്ചു ആരെങ്കിലും. ഉടനെ അവര് പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ മരിച്ച വ്യക്തികളുടെ ആരുടെയും ഹാപ്പി ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നു. ഞാൻ പറഞ്ഞ്, പുസ്തകം മടക്കിയിട്ട് നേരെ പുറകോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. മുമ്പോട്ട് പോകാൻ പാടില്ല, പുറകിലേക്ക്. വന്ന വഴി അങ്ങോട്ടാണ്, അങ്ങോട്ട് വരെ പോയിക്കൊള്ളുക. പുറകിലേക്ക് നടക്കാം, ഫ്രണ്ടിലേക്ക് നടക്കാൻ പാടില്ല നടന്നു, പുറകിലേക്ക് നടക്കാൻ പാടില്ല. അപ്പൊ അവർ ചൂടായി. എന്താ കാരണം? ഞാൻ പറഞ്ഞേ, ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് ഡിസംബർ 25 ഡേറ്റ് ഉണ്ടെങ്കിൽ അവന്റെ ബർത്ത്ഡേ ആണ് ലോകം മുഴുവനും, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് മുഴുവൻ, ഈ ലോക ഭൂമി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ്. ക്രിസ്മസ് കേക്ക് മുറിക്കുന്നു, ലഡു തിരുന്നു, പല അല്ലെ. എന്നാലോചിച്ച് ഏതെങ്കിലും മതത്തിലുണ്ടോ? ഏതെങ്കിലും പറയാൻ പറ്റും? ഉടനെ ഒരു കൊണ്ടാട്ടം പൊട്ടിപ്പോയി. നമ്മൾ അറിഞ്ഞിരിക്കണം അതൊക്കെ. അപ്പൊ അത് നമ്മൾ ഓർക്കണം ആദ്യം. ആരാണ് യേശു? ആരാണെന്ന്, യേശുവിന്റെ പ്രത്യേകതയാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നമ്മുടെ അവരെ കൊണ്ട് ഏറ്റു പറയണം. അപ്പടെയാണ് കൃപ. ഹല്ലേലൂയ. യേശു പറയുന്നുണ്ടോ, ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. അതിനുശേഷം അന്ത്യം ആഗതമാകും. യേശുവെ നന്ദി, യേശുവെ ആരാധന. 17-ാം വാക്യം, പുരമുകളിലായിരുന്നവൻ വീട്ടിൽ നിന്നും എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ. വയലിലിരിക്കുന്നവർ മേലങ്കി എടുക്കാൻ പിന്തിരിഞ്ഞു നോക്കരുത്. കർത്താവിന്റെ ഓരോ വാക്കുകളും ഉപമകളിലൂടെയാണ്. 19-ാം വാക്യം, ആ ദിവസങ്ങളിൽ ഗർഭിണിക്ക് മുലയൂട്ടുന്നവർക്കും ദുരിതം. ഓക്കെ, ആ അന്തിമ ഏതാണ് യേശു പറഞ്ഞത്? അന്ത്യം ആഗതമാകും. ആ അന്ത്യം ആഗതമാകും. ഉടനെ യേശു പറയാണ്, എന്താ പറയണത്? ഗർഭിണിക്ക് ആ ദിവസങ്ങളിൽ, 19-ാം വാക്യം, ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. നിങ്ങളുടെ പാലയനം സമ്പത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ചിന്തകളും സമ്പത്തിൽ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കണോ? പ്രത്യേകം എഴുതിയിരിക്കണം കേട്ടോ. നിങ്ങളുടെ പാലയനം ശീതളത്തെയോ സമ്പത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. സമ്പത്തിനെ കെട്ടിപ്പിടിക്കലാണ് ഇപ്പൊ ജനം അല്ലെ. ചെറുപ്പക്കാര് പിള്ളേര് അങ്ങനെ ഇറങ്ങിയൊക്കെയാണ് പെട്ടെന്ന് കാശുണ്ടാക്കാനായിട്ട്. എന്നിട്ടാണ് ബിസിനസ്.
ആളെ കൊല്ലുന്ന സാധനം. ഇന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ മയക്കുമരുന്നിനെ പറ്റി പോലീസിന് ഒറ്റിക്കൊടുത്തിട്ട് ഏതാണ്ട് ഒറ്റിക്കൊടുക്കുന്നവര് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എവിടെയൊക്കെ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കും. അവർക്ക് നല്ല എളുപ്പമായി അത് അങ്ങനെ വരണം. കാരണം കാശുണ്ടാക്കാനായിട്ട് വേറെ പണിയൊന്നും കണ്ടുപിടില്ല. ഈ ചെറുപ്പക്കാരി പിള്ളേർക്ക് ഹോട്ടലിൽ പണിയെടുത്താൽ മതിയല്ല, 10-30,000 രൂപ ശമ്പളം കിട്ടുമല്ലോ, അത് എന്നാ പോലെ കോടികളുണ്ടാക്കണം. അതുണ്ടാക്കുന്ന പറഞ്ഞിട്ട് ഇന്നാള് കണ്ടിട്ട് 70 കോടിയാ 80 കോടിയാ ബ്രൗൺ ഷുഗർ കച്ചാവ ഒരു സ്ത്രീ പിടിച്ച എന്നും പിടിക്കണം എന്നും, എന്നിട്ടും കുറയുന്നുണ്ടാ എന്ന് ആലോചിച്ചു. അപ്പൊ ഇതെങ്ങനെ പിടിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കേരളം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. കൊച്ചുമക്കളൊക്കെ അല്ലെ തമ്മിലടിക്കും. പേ പിടിച്ച പട്ടികളെ പോലെ വഴിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ. ഗവൺമെന്റ് ഇത്രയധികം ശ്രദ്ധിച്ച് പിടിക്കണ കാരണം കൊണ്ട് നമ്മളൊക്കെ ജീവിച്ചു പോകണം. അല്ലെങ്കിൽ ഉണ്ടല്ല, നമ്മളൊരു ചായക്കടയിൽ പോയി ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല, ഒഴുകും ഈ സാധനം. അടിച്ച് നിരത്തിന് പോലീസുകാർ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ അനുഗ്രഹിക്കണമേ, ജ്ഞാനം കൊടുക്കണമേ, കർത്താവിന്റെ കരം അവരുടെ മേൽ വരണേ എന്നൊക്കെ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ രാവ് പകലില്ലാണ്ടും ദാഹത്തോടെ ഓടയിലെങ്കിലും ഇവരെയൊക്കെ പിടിക്കാൻ വേണ്ടി ഒഴുകല്ലേ അങ്ങോട്ട്. വെറുതെ എന്താ പറയുക, ഒരു ഇതില്ല. അരി മേടിച്ചിട്ട് വന്ന പോലെയാണ്. പച്ചക്കറി അരിയൊക്കെ മേടിച്ച കഞ്ചാവും മയക്കുമരുന്നും MTA എന്തൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്നതല്ലേ ആന്ധ്രയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ധൈര്യമായിട്ട് വരുന്നത്. പിടിച്ചു കഴിയുമ്പോഴാണ് പിന്നെ മുഖം പൊരുന്ന കോഴിനെ പോലെയാണ്. പിടിക്കണം, നമ്മൾ ഒറ്റിക്കൊടുക്കണം. ആരെങ്കിലും ഇതുപോലെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ വിൽക്കുന്നുണ്ട്, ഉടനെ നമ്മൾ 100-ാം നമ്പർ വിളിച്ച് പറയാം ഇന്ന സ്ഥലത്ത്. അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും പേടിക്കരുത്. നമ്മൾ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുക, അതിന്റെ 100 മേനി ഫലം ജീവിക്കുന്ന ദൈവമായ കർത്താവ് നമുക്ക് തരും. ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്തെന്നാൽ ലോകം ആരംഭം മുതലേ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്തതും ഉഗ്രപീഡനം അന്നുണ്ടാകും. ഉഗ്രപീഡനം ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഉഗ്രപീഡനം. കർത്താവ് പറയണ വചനമൊക്കെ അങ്ങോട്ട് പൂർത്തിയായിക്കുന്നത് ഉഗ്രപീഡനം. എന്താ? കർത്താവിന്റെ ഓരോ വഴികളും നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധിക്കുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. അതാണ് വന്നിട്ട് എന്നെ എങ്ങനെ വീഴ്ത്താൻ നോക്കിയത്. പക്ഷെ നടന്നില്ല, ഓടിപ്പോയി. 25-ാം വാക്യം, ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ട് എന്നും അവർ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത്. യേശുക്രിസ്തു അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്, ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. വാ എന്നൊക്കെ വിളിച്ചാലും പോയി നോക്കണം. പറ്റിയില്ലെങ്കിൽ പോന്നേക്കണം. അവരെ വലയത്തിൽ പോയി പെട്ടുപോയേക്കരുത്. അവൻ മുറിക്കുള്ളിലുണ്ട്, അവൻ മുറിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. കർത്താവ് മുറിക്കുള്ളിലുണ്ട്, നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, അവനെ ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞാലും പോയേക്കരുത്. കള്ള ക്രിസ്തുമാരായിരിക്കും അവര്, കള്ളന് കഞ്ഞി വെച്ചവന്മാര്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 27, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പണിക്കാർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ഉണ്ടോ? ആഗമനം. ശവം ഉള്ളോടത്ത് കഴുകൻ വന്നുകൂടും. അവസാനം 28-ാം ഭാഗത്തിൽ പറയണ്, ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാർ വന്നുകൂടും. അപ്പോ വലിയ പ്രാർത്ഥനയിലും രക്ഷയിലൊക്കെ ഇരുന്ന് രക്ഷിക്കപ്പെട്ടവരെ പോലും
ഈ കഴുകന്മാരെ പോലെ വരുന്നവരുണ്ടാവും. അവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് യേശുവെ നന്ദി, യേശുവെ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുടെ എണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി, യേശുവെ ആരാധന.